കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഇരിട്ടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഗ്നിശമന സേന വാരാചരണത്തിന് തുടക്കം കുറിച്ചു. പരിപാടിയോടനുബന്ധിച്ച് പതാക ഉയർത്തലും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇരിട്ടിയിൽ മോക്ക് ഡ്രില്ലും സംഘടിപ്പിച്ചു. ഇരിട്ടി സ്റ്റേഷൻ ഓഫീസർ പി വി ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ ബെന്നി ദേവസ്യ, എം ജി അശോകൻ, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ വിജീഷ് എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 14 മുതൽ 20 വരെയാണ് അഗ്നിരക്ഷാസേന വാരാചരണം സംഘടിപ്പിക്കുന്നതെന്നും സ്റ്റേഷൻ ഓഫീസർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് അഗ്നിശമന സേനാ ദിനത്തെക്കുറിച്ചും ഈ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ സ്റ്റേഷൻ ഓഫീസർ ഉണ്ണികൃഷ്ണൻ സാർ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. എന്താണ് ഇന്നത്തെ ദിനത്തിൻ്റെ ആചരണം? രാജ്യമൊട്ടാകെ ഇന്നത്തെ ദിവസം ആചരിക്കുകയാണ്. ഈ ദിനത്തെക്കുറിച്ച് ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത ഫയർ ഡേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഫയർ ഡേ എന്ന് വെച്ചാൽ 1944 ബോംബെ ഡോക്കിൽ ഒരു കപ്പൽ SS ഫോർട്ട് സ്റ്റിക്കിനെ എന്ന കപ്പലിൽ സ്ഫോടക വസ്തുക്കൾ കയറ്റിയ കപ്പലിൽ തീ പിടിച്ചു. ഈ തീപിടുത്തത്തിൽ തീ അണയ്ക്കുന്നിടയിൽ 59ഓളം ഫയർ സർവീസ് ജീവനക്കാർക്ക് ജീവഹാനി സംഭവിച്ചു. കുറേ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഫയർ ഡേ ആചരിക്കുന്നത്. അതുപോലെ നമ്മുടെ സർവീസിൽ പല കാലഘട്ടങ്ങളിലായിട്ട് പലരും മരിച്ചോ മറ്റേ അംഗവൈകല്യം സംഭവിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ രക്ഷാപ്രവർത്തകരുടെ അപകടം സംഭവിച്ചതിനെ ഓർക്കുന്നതിനും ഭാവിയിലുള്ള പൊതുജീവനക്കാർക്ക് പ്രചോദനമാകുന്നതിനും വേണ്ടിയിട്ട് ആണ് ഫയർ ഡേ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇരിട്ടി സ്റ്റേഷനിൽ നിന്ന് ഫയർ ഡേ നമ്മൾ പതാക ഉയർത്തുകയും നഗരപ്രദർശനം വാഹനങ്ങളുടെ ഒരു നഗരപ്രദർശനം നടത്തി ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഇനി ഈ ആഴ്ച 14 മുതൽ 20 ആഴ്ചകളിൽ നമ്മളൊരു വാരാചരണം തന്നെ ഫയർ ഡേയുടെ വാരാചരണം ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷനിൽ പല കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്.